നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എല്ലാവരും വന്നിട്ട് ഞങ്ങൾ തട്ടിപ്പുകാരാണ്, ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയാണ്, എന്തിനാണ് പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല, ആരെയും തട്ടിപ്പ് നടത്തേണ്ട ആവശ്യമില്ല. ആ വീഡിയോയിൽ കാണിച്ചത് നമ്മുടെ വീടിൻ്റെ ചെതൽ ശല്യത്തിനെ കുറിച്ചാണ് കേട്ടോ. ചെതലിനെ കാണിക്കുന്നതെല്ലാം വേറെ ആരുടെ വീടും തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ വീടുമാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുമാത്രമല്ല പൂരം തെറി തന്നെയാണ് ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെല്ലാം ഒരു മറുപടിയായിട്ടാണ് നമ്മളിത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, ഇതേ ഇങ്ങനെ ഇരുന്ന വീടാണ് നമ്മൾ പണിഞ്ഞ് ഇത് ഇങ്ങനെ ആക്കിയത് കേട്ടോ. നമ്മൾ താഴത്തെ 2 റൂമിന് ടൈലോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളെ തെളിവ് സഹിതത്തെ കാണിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ വീടാണിത്. പിന്നെ നിങ്ങളാരും പറയരുത് ആണെന്നും പറയരുത്. അപ്പോൾ അതേണ്ട താഴത്തെ റൂമിന് വേണ്ടി മേടിച്ച് വെച്ച ടൈലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളത് റൂമിലോട്ട് കയറാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടാണ് മെയിൻ വിഷയം നടക്കുന്നത്. ഇത് വേറെ ആരും വീടാണെന്നാണ് നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടോ. ഇതേണ്ടേ നമ്മുടെ പ്ലേ ബട്ടൺ തന്നെ വിട്ടിട്ടുണ്ട്. ഇതൊന്നും വേറെ ആരുടെയും വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇതേണ്ടേ ചെതല് കയറിയ സ്ഥലങ്ങളാണ് ഇത് നമ്മളാരും കൊണ്ട് വെച്ചതൊന്നുമല്ല. ഇത് കണ്ടോ ഹോളൊക്കെ ഇട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ചെതല് കയറി നശിപ്പിച്ചതാണ്. ഇത് താഴെ മൊത്തം ചെതലായിരുന്നു കേട്ടോ. നമ്മളാരും വൃത്തിയാക്കാത്തതൊന്നുമല്ല. ഇതെപ്പോഴും ഇങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ എടുത്ത് കളയുന്തോറും ഇത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രളയ ടൈമിൽ നമ്മുടെ വീട് ഒത്തിരി മുങ്ങിപ്പോയായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഇങ്ങനെ ചെതല് വരാൻ തുടങ്ങിയത്. അപ്പോൾ മെയിനായിട്ട് കണ്ടേ അച്ഛൻ്റെയൊക്കെ റൂം നിങ്ങളെ കാണിച്ചാൽ കേട്ടോ. അച്ഛൻ്റെയൊക്കെ റൂമിലെ കട്ടളയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കട്ടള മൊത്തം ചെതല് കൊണ്ടുപോയി. ഇതൊക്കെ വേറെ ആരുടെ വീടാന്നൊക്കെയാണ് കൂടുതൽ കമൻറ്റ് വന്നത്. ഇതുണ്ടോ ഇതിന് സൈഡ് കണ്ടോ, ഇത് മൊത്തത്തിൽ പോയി. ഇവിടെ ചെതലുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ല നമ്മളിത് തൂത്തു വാരത്തില്ലെന്നൊന്നും. ഈ ചെതലിന്റെ ശല്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോത്തില്ല. ഇത് വന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ, ഇത് നമ്മുടെ വീട് തന്നെയാണ്, വേറെ ആരുടെയും വീട്ടിലൊന്നും അല്ല നമ്മൾ പോയി ഷൂട്ട് ചെയ്ത്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം ഓക്കെ എന്നാ. അപ്പം വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നമ്മളോട് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്തരം നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസുമായിട്ട് വന്നത്. അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ ശരി എന്നാ, ബൈ.